അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് ഇതാ ഈ ഒരു രീതി ഒന്ന് സെലക്ട് ചെയ്തേക്കാം അല്ലേ. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങ് തിരികെ വരികയാണ് അല്ലേ. അപ്പോൾ ഇനി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് സൈസ് കൊണ്ടുവന്ന് വലുതാക്കി കൊണ്ടുവന്ന് വെക്കണം, വലുതാക്കണം. അപ്പം വലുതാക്കുന്നതിന് നമ്മൾ ഇങ്ങനെ വലുതാക്കി എവിടെ വേണോ അത് നമ്മൾ നമുക്ക് വേണ്ടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലുള്ള ഒരുപാട് പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എഡിറ്റിംഗ് വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കൈൻമാസ്റ്റർ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്ലസ് എന്ന് കാണുന്ന ഇവിടോട്ട് ടച്ച് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ഇത് നമ്മൾ ലോങ് വീഡിയോ ആണോ ഷോർട്ട് വീഡിയോ ആണോ ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യണം. ഇതിപ്പോൾ ഓൾറെഡി ഇത് നമ്മൾ ലോങ് വീഡിയോയിലാണ് സെലക്ട് ആയിരിക്കുന്നത് അല്ലേ. 16.9 എന്നുള്ള ഇതാണ് പോയിൻ്റ് ഇത് ചെയ്തേക്കുന്നത് അല്ലേ. നമ്മൾ ഷോർട്ട് വീഡിയോ വേറെ ഏതെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഇത് കണക്ക് 9.16 എന്നുള്ള ഈ ഒരു ഇത് സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്ക്. അതല്ല നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലോ വല്ലതും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു 1.1 എന്നുള്ള ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. പല ഇത് നമ്മൾ 4.3 സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ നമുക്കിപ്പോൾ വേണ്ടുന്നത് നമുക്ക് ഈ ഒരു 16.9 എന്നുള്ള ഈ ഒരു സൈസാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സൈസ് എന്ന് പറയുന്നത് ഇത് ലോങ് വീഡിയോയുടെ സൈസാണ്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയായിട്ട് കാണുന്ന ക്രിയേറ്റ് എന്നുള്ള ഇവിടോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേമാതിരിയാണ് നമുക്ക് ആദ്യമേ വരുന്നത്. കൈൻമാസ്റ്ററിൽ ഇപ്പം പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു രീതിയാണ് അത്. ഈ രീതിയിലാണ് ഇപ്പം വരുന്നത്. ഇത് നമുക്ക് വേറെ രീതിയിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റിംഗ് ചെയ്യാനായിട്ടൊക്കെ ഈസി ആയിട്ടുള്ള രീതി വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് എന്ത് ചെയ്യാം, ഇത് സ്വല്പം ഒന്ന് നമുക്ക് ഈ രീതിയിൽ ഇതെടുത്ത് കഴിയുന്നുണ്ട് ഇതേ രീതിയിൽ വരും. അപ്പോൾ ഇതേ രീതിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതേ പൊസിഷനിൽ വരും. അപ്പോൾ ഇതേ പൊസിഷനിൽ നമ്മൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത് നമുക്ക് ഈ രീതിയിലാണ്. അത് തിരിച്ച് പിടിച്ച് നമ്മൾ ഇങ്ങനെ തിരിച്ച് പിടിച്ച് ചെയ്യുകയാണെങ്കിലാണ് അപ്പം നമുക്ക് മറ്റൊരു രീതി ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ വെച്ചിട്ട് മുന്നോട്ട് പോകാം. ഇനി നമുക്കിവിടെ നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൈൻമാസ്റ്ററിൻ്റെ തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇമേജ് ഇവിടെ ആയിട്ട് കാണുന്ന ഇതിലോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കണക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരെണ്ണം സെലക്ട് ചെയ്തു, ഈ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരെണ്ണം സെലക്ട് ചെയ്ത് നമുക്കപ്പം എനിക്കിഷ്ടപ്പെട്ട് ഇത് സെലക്ട് ചെയ്തു. പക്ഷേ പിന്നെ മനസ്സ് മാറുകയാണ്, ഈ ബാക്ക്ഗ്രൗണ്ട് വേണ്ട. അപ്പോൾ ഇങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ട് വേണ്ട എന്ന് നമുക്ക് മനസ്സൊന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് ഈസിയാണ്. റീപ്ലേസ് എന്നുള്ള ഇതിലോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അവിടെ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാം. അതായത് ഇത് ഇപ്പം ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് നമ്മളൊരു 30 മിനിറ്റിൽ കൂടിയ ഒരു വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ആ വീഡിയോ കൊണ്ടുവന്നതിന് ശേഷം, അതായത് ഞാൻ ഇപ്പം വേണമെങ്കിൽ വീഡിയോ കൊണ്ടുവന്ന് കാണിക്കാം. അതായത് ഇപ്പം ഞാൻ അതിനായിട്ട് എന്ത് ചെയ്യാം, ലെയറിൽ ടച്ച് ചെയ്തിട്ട് മീഡിയയിൽ ടച്ച് ചെയ്തതിന് ശേഷം ഈ ആൾ എന്നുള്ളിടത്ത് ടച്ച് ചെയ്തു. എന്നാലേ നമ്മുടെ ഗാലറി പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗാലറി പോകണമെങ്കിൽ ആൾ എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഗാലറി പോകണം. അപ്പോൾ ഇവിടുന്ന് ഒരു വീഡിയോ ചൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചൂസ് ചെയ്തു. അതിനുശേഷം റിട്ടേൺ വരികയാണ്. റിട്ടേൺ വന്നത് ഈ ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാനുള്ളത്, അതായത് നമ്മൾ ആദ്യമേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്തത് ഇവിടെ വരെ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു വീഡിയോയുടെ ലെങ്ത് 30 നിമിഷം, അതായത് 59 മിനിറ്റ് എങ്ങാണ്ടുണ്ട്. ഇത് 59 മിനിറ്റുള്ള ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അത്രയും നേരം നമുക്ക് ഇതിൻ്റെ ലെങ്ത് കൂട്ടേണ്ടി വരും അല്ലേ. ഇതിൻ്റെ ലെങ്ത് അത്രയും നേരം കൂട്ടിയാലേ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ട് നമ്മൾ അത്രയും വീഡിയോയുടെ ലെങ്ത് എത്രയാണോ അത്രയും വരെ നീട്ടിക്കൊണ്ട് പോകണം അല്ലേ. അപ്പോൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒത്തിരി സമയമൊക്കെ എടുക്കും അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഈസി രീതി ഞാൻ കാണിക്കാം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാം, ഇത് രണ്ടും അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ് നമ്മൾ കേട്ടോ. ഇത് രണ്ടും അങ്ങ് ഡിലീറ്റ് ചെയ്യുന്നു. ഇത് രണ്ടും അങ്ങ് ഡിലീറ്റ് ചെയ്തു. നമ്മൾ ഇനിയും പോവുകയാണ്. നമ്മൾ മീഡിയ വഴി നമ്മുടെ ആൾ എന്നുള്ളിടത്ത് പോയി നമ്മൾ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ആ വീഡിയോ എത്ര ലെങ്തുള്ള വീഡിയോ ആണോ ആ വീഡിയോ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആദ്യമേ ആ വീഡിയോ അങ്ങ് സെലക്ട് ചെയ്തു. ആ വീഡിയോ എങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം വേണ്ട 59 മിനിറ്റ് കൂടുതലുള്ള ഒരു വീഡിയോ ആണല്ലേ. ഈ വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇത്
ഫസ്റ്റ് ലെയറായിട്ട് ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പല ഇതിൽ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മളിത് ചേഞ്ച് ചെയ്യണം. ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ ടച്ച് ചെയ്തിട്ട് റീപ്ലേസ് എന്ന് ഇവിടെ കാണുന്നില്ലേ, റീപ്ലേസ് എന്നുള്ളിടത്തോട്ട് നമ്മൾ ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ആളെന്നുള്ളിടത്തോട്ട് ടച്ച് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, അത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ അത്രയും സമയത്തിലുള്ള വീഡിയോ എത്ര ലെങ്ത് ഉള്ളതാണോ അത്രയും ലെങ്തിലുള്ള ഒരു ഇത് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊണ്ടുവന്നില്ലേ. അപ്പോൾ അത്രയും നമ്മൾ നീട്ടി എടുക്കേണ്ട ആ ഒരു സമയം നമുക്ക് ലാഭമായി കിട്ടി അല്ലേ. അപ്പോൾ ഇതൊരു എളുപ്പ വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതേ രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്നിട്ട് ഞാൻ ചെയ്യുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് എല്ലാം ഇതിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഈ മൊബൈലിൻ്റെ ഷേപ്പ് കാണിച്ചിട്ടല്ലേ, അപ്പോൾ ഇതിൽ കൊണ്ടുവന്ന് കൊടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ ഫോട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്ന ആ ഇതും വരും. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതേ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരാം നമുക്കപ്പോൾ. എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇനി നമുക്ക് ആ വീഡിയോ ഏത് വീഡിയോ ആണോ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ലെയറിൽ വേണമെങ്കിൽ ടച്ച് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ആ ലെയറിൽ തന്നെ ടച്ച് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ലെയറിലല്ലേ വരേണ്ടത്. അപ്പോൾ അടുത്ത ലെയറാണ് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ലെയറിൽ ആദ്യമേ ടച്ച് ചെയ്തിട്ട് പിന്നെ മീഡിയയിൽ പോവുക. മീഡിയയിൽ പോയിട്ട് നമ്മൾ ആളിൽ ടച്ച് ചെയ്തു. അതിനുശേഷം നമുക്ക് ആ വീഡിയോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ആ വീഡിയോ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം റിട്ടേൺ വരികയാണ്. അപ്പം ഇവിടെ നമുക്ക് നമ്മുടെ വീഡിയോ സെലക്ട് ആയിട്ടുണ്ട് വേണ്ട. അപ്പോൾ ഈ വീഡിയോ ആണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇനി നമുക്ക് ഇതിപ്പോൾ ഇത്രയേ വന്നിട്ടുള്ളൂ സ്ക്രീൻ. ഒന്നുകിൽ നമുക്കിങ്ങനെ ഇത് വലുതാക്കി കൊണ്ടുവന്നിട്ട് ഫുൾ സ്ക്രീൻ ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫുൾ സ്ക്രീൻ ആക്കാൻ വേണ്ടി വേറൊരു രീതിയുണ്ട്. അതായത് ഞാൻ കാണിക്കാം. ഇവിടെയായിട്ട് വേണ്ട ഇത് ഈ കാണുന്ന സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് കാണുന്നില്ലേ, അപ്പോൾ അതിലോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ടച്ച് ചെയ്തതിന് ശേഷം വേണം സ്പ്ലിറ്റ് സ്ക്രീനിലോട്ട് നമ്മൾ ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ ഈ ഓഫിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു സൈസ് കാണിക്കുന്നില്ലേ, ഈ വലിയ സൈസ്, അതായത് ഫുൾ സൈസാണ് കാണിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ സൈസ് കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അവിടെയായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏത് സൈസ് വേണേലും ആവാൻ വേണ്ടി നമ്മൾ അവിടെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ സൈസാണ് വരേണ്ടത്. അത് ഫുൾ സൈസ് അല്ലേ. ഓഫിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ ഒരു സൈസ് അവിടെ ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഫുൾ സൈസാവും. കണ്ടോ, അത് ഫുൾ സ്ക്രീനിലങ്ങ് ഫുള്ളായി നിറയും. കണ്ട, അതുകൊണ്ട് ഈ ഒരു സ്ക്രീൻ ഇതിന് ബാക്ക് സൈഡിലാണ്, ഇത് ഫ്രണ്ടിൽ വന്നു, ഇത് ബാക്ക് സൈഡിൽ വന്നു. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഇപ്പോൾ ആദ്യമേ കുറച്ച് നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളയണം. ഇതിപ്പോൾ ഞാൻ ഈ പറയാൻ തുടങ്ങുന്ന ഇവിടം വരെയുള്ളത് ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്കിത് വേസ്റ്റുള്ള സ്ഥലം അതങ്ങ് നമുക്ക് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളയാൻ വേണ്ടി എന്ത് ചെയ്യാം, ദണ്ട് ഇവിടെയായിട്ട് ട്രിം എന്ന് കാണുന്ന ദണ്ട് ഇവിടെയായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രിം ലെഫ്റ്റ് എന്ന് ഉണ്ടല്ലോ അല്ലേ, ലെഫ്റ്റ്. ഇപ്പം ലെഫ്റ്റ് സൈഡാണ് വേണ്ടാത്തത്. ലെഫ്റ്റ് സൈഡ് വേണ്ടാത്തത് കൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ ട്രിം ലെഫ്റ്റ് എന്നുള്ളത് അങ്ങ് ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് അങ്ങ് കട്ടായി പോകും. അപ്പോൾ ഇത് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇത് ആദ്യം തൊട്ട് നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ അത് ഇങ്ങോട്ട് തന്നെ നമ്മുടെ മൊബൈൽ ചെയ്യുമ്പോൾ നമുക്കിത് ഇങ്ങനെ ഫസ്റ്റിലോട്ട് കൊണ്ടുവരണം. ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് അപ്പോൾ ഇവിടെ കിട്ടും അല്ലേ, ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ടിങ് കിട്ടും. അപ്പം ലെഫ്റ്റ് സൈഡ് നമുക്ക് വേണ്ടാത്ത അതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇവിടെ തൊട്ട് നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് ആണ് അല്ലേ. ഇപ്പം ഞാൻ വീഡിയോയുടെ കുറച്ച് സ്റ്റാർട്ടിങ് കുറച്ച് പറഞ്ഞതിന് ശേഷമുള്ളത് ഞാൻ ഇവിടെ വെച്ച് അതിന് ശേഷം എനിക്ക് കാണിക്കാനുള്ളത് സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് എനിക്ക് കാണിക്കാനുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ഇവിടെ വരെയുള്ളത് ഇത് നമുക്കങ്ങ് കട്ട് ചെയ്ത് വേറെയാക്കാം അല്ലേ. കട്ട് ചെയ്ത് വേറെയാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടോട്ട് ഒരു കട്ട് കൊടുക്കാം. നമുക്ക് സ്പ്ലിറ്റ് എന്നുള്ളത് ഇങ്ങനെ കൊടുക്കാം അല്ലേ. ഇവിടെയായിട്ട് സ്പ്ലിറ്റ് എന്നുള്ളിടത്തോട്ട് ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇതങ്ങ് കട്ടായി വേറെയാവും അല്ലേ. വേറെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ട ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്യാൻ വേണ്ടി അത് കൊണ്ടുവരണം അല്ലേ. സ്ക്രീൻ റെക്കോർഡ് നമുക്ക് കാണിക്കണ്ടേ, എന്നാലല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിലോട്ട് ടച്ച് ചെയ്തിട്ട് ആദ്യമേ നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെ ഞാനിപ്പം കാണിക്കാം. ഈ സ്പ്ലിറ്റ് സ്ക്രീൻ എന്നുള്ളത് ഇത് നമുക്കങ്ങ് ഓഫ് ചെയ്യാം. ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ഓഫ് ചെയ്തു, കണ്ടോ, ഇത് ഞാൻ ഓഫ് ചെയ്തില്ലേ. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനി തിരികെ വന്നിട്ട് ഇനി ഇതിൽ വീണ്ടും ടച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ക്രോപ്പിംഗ് എന്നുള്ളത്
ഇവിടെയായിട്ട് ഉണ്ട്. രണ്ട് ഇവിടെയായിട്ട് ക്രോപ്പിംഗ് കണ്ടോ, ഇവിടെയായിട്ട് ക്രോപ്പിംഗ് എന്നില്ലേ. ഈ ക്രോപ്പിംഗ് എന്നുള്ളതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇവിടെയായിട്ട് വേണ്ട മാസ്ക് എന്ന് കാണാം. ഈ മാസ്ക് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ഷേപ്പ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ഷേപ്പ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഷേപ്പ് ഞാൻ ഈ ഒരു സൈസ്, അല്ലെ ഒന്നുകിൽ നമുക്ക് റൗണ്ട് ഷേപ്പ് വേണമെങ്കിൽ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസ് വേണമെങ്കിൽ എടുക്കാം, ഈ ഒരു ഷേപ്പ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ്, അത് സാധാരണ ഉള്ള ഷേപ്പ്, ഇപ്പോൾ ഓൾറെഡി ഉള്ള ഷേപ്പ്. ഇതല്ലെങ്കിൽ വേറെ ഒരു ഷേപ്പ് അല്ലേ. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ ഈ ഒരു റൗണ്ട് ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ റൗണ്ട് ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇത് നമ്മൾക്ക് ഇച്ചിരി കൂടെ സൈസ് ഇതാക്കാം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ആദ്യമേ നമ്മൾ ഷേപ്പ് സെലക്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം. നമുക്ക് പക്ഷേ ആദ്യമേ ഇതായിരുന്നു സെലക്ട് ചെയ്യേണ്ടത്. ഇത് കട്ട് ചെയ്യുന്ന അത് എത്ര വേണോ അത്ര കൊണ്ടുവരുന്നതാണ് നല്ലത്. ആദ്യമേ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഷേപ്പ് സെലക്ട് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഇത് കട്ട് ചെയ്യുന്ന രീതി, കട്ട് ചെയ്യുന്ന എവിടെ വരെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് കട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തല്ലേ. അപ്പം ക്രോപ്പിങ്ങിൽ എന്ത് ചെയ്യാം, നമ്മൾ ഇതിങ്ങനെ നമ്മൾ എത്രയും വേണോ അത്രയും കൊണ്ടുവന്ന് വയ്ക്കുക. ഓക്കെ, ഇതിന് ബാക്കിയുള്ള അപ്പുറത്തും ഇപ്പുറത്തുള്ള വേണ്ട നമുക്ക്. അതിനാണ് നമ്മൾ അത് മാസ്ക് ഓൺ ചെയ്തേക്കുന്നത്. ഓക്കെ, അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിനി ഷേപ്പ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒന്നുകിൽ നമുക്ക് ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാം, ഇത് സെലക്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ ഈ ഒരു രീതിയിൽ, ഈ ഉള്ള രീതിയിൽ എല്ലാ ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ സെലക്ട് ചെയ്യാം, ഈ ഒരു രീതിയിൽ സെലക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഒരുപാട് രീതിയുണ്ട്, ഒരുപാട് രീതി. ഇതൊക്കെ ഈ രീതിയിലെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ വെറൈറ്റി ആയിട്ട് ഈ ഒരു രീതി ഒന്ന് സെലക്ട് ചെയ്തേക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ സെലക്ട് ചെയ്തു കേട്ടോ. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തിരികെ വരികയാണല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വെക്കണം, വലുതാക്കണം. അപ്പം വലുതാക്കുന്നതിന് നമ്മൾ ഇങ്ങനെ വലുതാക്കി എവിടെ വേണോ അത് നമുക്ക് വേണ്ടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നമ്മൾ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞുടനെ നമുക്ക് ഇതിൻ്റെ പ്രയോജനം വന്നില്ലേ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടിയില്ലേ. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ പ്രയോജനം എങ്ങനെയാണ് കിട്ടിയത്, അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മളിങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എക്സ്ട്രാ എടുത്ത് ഇത് കണക്ക് നമ്മൾ ചെയ്തിട്ടത് കാരണമാണ് ഇത് കണക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് ഇവിടെയായിട്ട് സ്ക്രീൻ റെക്കോർഡ്, നമുക്ക് എന്തെങ്കിലും സ്ക്രീൻ റെക്കോർഡിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടി നമുക്കിവിടെ ഒരു സ്ക്രീൻ റെക്കോർഡ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതപ്പോൾ എവിടെ തൊട്ടാണ് നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് വെക്കുക. ആദ്യമേ ഇവിടെ തൊട്ടല്ലേ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് വേണ്ടുന്നത്. അതിന് സമമായിട്ട് നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവച്ചു. അപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് സെലക്ട് ചെയ്യണം. അതിനായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ മീഡിയ വഴി നമ്മൾ ആളെന്നുള്ള സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പോകാം. അതായത് നമ്മുടെ ഗാലറിയിലെത്തി നമ്മുടെ ഗാലറിയിൽ നിന്ന് നമുക്ക് ഒരു സ്ക്രീൻ റെക്കോർഡ് എടുക്കാം അല്ലേ. ഒരു സ്ക്രീൻ റെക്കോർഡ് നമ്മളവിടെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു സ്ക്രീൻ റെക്കോർഡാണ്. അത് ഞാൻ ഇവിടെയായിട്ട് സെലക്ട് ചെയ്യുകയാണ് കേട്ടോ. അത് കുറച്ച് സമയത്തിനുള്ളതാണെങ്കിലും അത് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ എടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രീൻ റെക്കോർഡ് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളിത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. അതപ്പം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളിത് വലുതാക്കി ഇതും കറക്റ്റാക്കണം. കണ്ടോ, ഇതും കറക്റ്റാക്കി. ഓക്കെ, ഇതും കറക്റ്റാക്കി. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇവിടെയായിട്ട് ഈ ലൈനിന് വെളിയിലായിട്ട് ഈ മൂല വെളിയിലായിട്ട് വരുന്നില്ലേ, അതിനൊരു ടെക്നിക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അതായത് ഈ മൂലഭാഗം നമുക്ക് വെളിയിലായിട്ട് വരരുത് ഇല്ലേ. ഈ മൂലഭാഗം ഒന്നും വെളിയിലായിട്ട് വരരുത്. ഇവിടെ ഒരു സ്വല്പം വെളിയിലായിട്ട് വരുന്നില്ലേ. ഇത് അധികം ആർക്കും മനസ്സിലാവത്തില്ല, എങ്കിൽ പോലും സ്വല്പം വെളിയിൽ വരുന്നില്ലേ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ഈ വെളിയിലോട്ട് വരുന്ന ഭാഗം അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ സ്ക്രീൻ റെക്കോർഡിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക്
ഞാൻ പറയാം. ദാ ഇവിടെയായിട്ട് ക്രോപ്പിംഗ് തന്നെ നമുക്ക് സെലക്ട് ചെയ്യണം. അതായത് നമ്മൾ ഈ സ്ക്രീൻ റെക്കോർഡ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ സൈഡിലത്തെ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ക്രോപ്പ് തന്നെ സെലക്ട് ചെയ്യണം. ആ ക്രോപ്പ് നമ്മൾ സെലക്ട് ചെയ്തു. ക്രോപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മൾ ഇതിനു മുമ്പേ മാസ്ക് ഓൺ ചെയ്ത് കൊടുത്തില്ലേ, അതേമാതിരി തന്നെ മാസ്ക് ഓൺ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഷേപ്പ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇത് സെലക്ട് ചെയ്താൽ മതി. ഇതേണ്ട ഈ ഒരു ഇത് രണ്ടാമത്തെ, അതായത് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സൈഡിലത്തെ മൂല നമുക്ക് ഷേപ്പായിട്ട് കിട്ടും ഇല്ലേ, ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇനിയൊന്ന് നോക്കി കണ്ടോ, ഇതിപ്പം പുറത്തോട്ടുള്ള ആ മൂലയും കട്ടായി പോയില്ലേ. മൂലയും കട്ടായതുകൊണ്ട് ഇതിന് കറക്റ്റായിട്ട് ഷേപ്പ് വന്നില്ലേ. അപ്പോൾ നമുക്ക് ഇത് ഈ സ്ക്രീൻ നമ്മൾ മൊബൈലിൻ്റെ സ്ക്രീൻ സെറ്റ് ചെയ്തേക്കുന്നത് അതിന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയില്ലേ. കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ഈ ഒരു ഐഡിയ ചെയ്താൽ മതി. ഇത് കണക്ക് ക്രോപ്പിങ്ങിൽ പോയിട്ട് ഇത് കണക്ക് മാസ്ക് ഓൺ ചെയ്തിട്ട് ഇതേ കണക്ക് ഷേപ്പ് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിനുള്ളിലായിട്ട് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ ഉണ്ടല്ലേ, ഇത് കറക്റ്റായിട്ട് കിട്ടിയില്ലേ. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാണും, ഇത്രയും കാര്യങ്ങളല്ലേ. ഇപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടല്ലേ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലേ. അതുകൊണ്ടല്ലേ ഈ സ്ക്രീനൊക്കെ ഇങ്ങനെ ഇതേമാതിരി ഈ സ്ക്രീനൊക്കെ നമ്മൾ ഇതിങ്ങനെ നമ്മുടെ സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ കൊണ്ടുവന്ന് അതിൽ സെറ്റ് ചെയ്യാനെല്ലാം സാധിച്ചല്ല ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാരണമാണല്ലേ. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി വളരെ ഈസിയാണ്. നിങ്ങൾ മൊബൈൽ PNG എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ PNG ഒക്കെ കിട്ടും. അപ്പോൾ ആ PNG എടുത്ത് നിങ്ങൾ ഇത് കണക്ക് സെറ്റ് ചെയ്ത് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. അതപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആ ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഞാൻ മീഡിയയിൽ പോയി ഒന്നുകൂടെ അതൊരെണ്ണം ഒന്ന് സെലക്ട് ചെയ്ത് കാണിക്കാം. അതായത് ഈ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് കാണിക്കാം അല്ലേ. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ സെലക്ട് ചെയ്തത് ഞാനിവിടെ ഇട്ട് എൻ്റെ ഇപ്പോൾ ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതപ്പം ഫുൾ സ്ക്രീൻ ആക്കി ഞാനൊന്ന് കാണിക്കാം നിങ്ങളെ. ഇതിപ്പോൾ സ്പ്ലിറ്റ് സ്ക്രീൻ എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് ഞാനിത് ഈ ഒരു സൈസ് അങ്ങ് സെറ്റ് ചെയ്താൽ മതി. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് ഫുൾ സ്ക്രീൻ ആയില്ലേ. ഇപ്പോൾ ഇതേ രീതിയിൽ ഫുൾ സ്ക്രീൻ ആയില്ലേ. ഇതിപ്പം ഇതിച്ചിരി ലൈറ്റായിട്ട് ഇരിക്കും, ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ. ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ നമ്മളിത് കണക്ക് ക്രോപ്പ് ചെയ്തൊക്കെ നമ്മുടെ വീഡിയോ ക്രോപ്പ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്ത് അങ്ങനെയാണ് ഇപ്പം കാണിച്ചത് ഞാൻ ഇവിടെ ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് സ്ക്രീൻ റെക്കോർഡ് ഇവിടെയായിട്ടും കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു നിങ്ങളെ ഇല്ലേ. അപ്പോൾ ഇതേ രീതിക്കാണ് കാണിച്ചത്. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും ഇതിപ്പം ലാപ്ടോപ്പിൻ്റെ ഒരു കീബോർഡാണ് കാണിച്ചേക്കുന്നത്. ലാപ്ടോപ്പിൻ്റെ കീബോർഡ് കാണിച്ചേക്കുന്നതാണ്. ആ കീബോർഡിൻ്റെ സൈഡിലായിട്ട് മൊബൈൽ PNG കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതേ സൈസിൽ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് ഇത് കണക്ക് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ സെറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ് വീഡിയോ മുന്നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങൾ ഞാൻ ഇനിയും കാണിച്ചു തരാം. അതായത് നമുക്ക് എന്തെങ്കിലും ഇപ്പം ഇതിൽ എന്തെങ്കിലും ഈ സ്ക്രീൻ റെക്കോർഡിങ്ങിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് മറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എഫക്റ്റില്ലേ, ഈ എഫക്റ്റ് എന്നുള്ളിടത്തോട്ട് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടെയായിട്ട് ബേസിക് എഫക്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ആ ബേസിക് എഫക്റ്റിലോട്ട് പോയിട്ട് നമുക്ക് പല എഫക്റ്റ് ഉണ്ട്. അതിൽ ബേസിക് എഫക്റ്റിൽ പോയിട്ട് നമുക്ക് ഈ രണ്ട് എഫക്റ്റിൽ ഏത് വേണേലും ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യത്തേത് ഒന്ന് ചൂസ് ചെയ്ത് കാണിക്കാം. ആദ്യമേ ഇതാണ്. നമുക്ക് എവിടെയാണ് മറക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് മറയ്ക്കാനായിട്ടാണ് കേട്ടോ. അത് മറക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് ഇത്രയും ഭാഗം മറക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ഭാഗം ഇങ്ങനെ അങ്ങ് മറച്ചാൽ മതി അല്ലേ. ഇതിപ്പോൾ ഇത്രയും നമ്മൾ ബ്ലർ കൊടുത്തിരിക്കുന്നത് അത് അതായത് ഇച്ചിരി കൂട്ടണം. ഇതിൻ്റെ നമ്മൾ മറച്ചിരിക്കുന്ന നല്ല രീതിയിൽ അത് മറഞ്ഞിട്ടില്ല അല്ലേ. അപ്പം ബ്ലറിൻ്റെ ഇത് കൂട്ടാൻ വേണ്ടി അപ്പോൾ എന്ത് ചെയ്യാം, നമ്മളിത് ബ്ലർ ഇച്ചിരി ഒന്ന് കൂട്ടാൻ വേണ്ടി ഇതായിട്ട് ഇവിടെയായിട്ട് ബ്ലറിൻ്റെ സ്ട്രെങ്ത് ഇതുകൊണ്ട് ഇവിടെ കൂട്ടാൻ വേണ്ടിയുണ്ട്. ഇതിപ്പോൾ 2ലാണ് കിടക്കുന്നത്. ഈ 2 എന്നുള്ള 3, 4 ഇതിങ്ങനെ എത്ര കൂട്ടുന്നുണ്ടോ അതിൻ്റെ അനുസരിച്ച് ഇതിങ്ങനെ കൂടുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇത് 12 കൊണ്ടുവച്ചപ്പം സ്വല്പം പോലും കാണുന്നില്ല അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കിങ്ങനെ കൂട്ടി ഇത് കണക്ക് ബ്ലറിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്വല്പം പോലും ഒന്നും കാണാത്ത രീതിയിൽ ഇങ്ങനെ ആക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇവിടെ മറയ്ക്കാൻ വേണ്ടി ഒന്നുമില്ല, എങ്കിലും ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ എഫക്റ്റ് നിങ്ങൾക്ക് വേറെ ഒരു എഫക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം, അത് ഞാൻ വേണമെങ്കിൽ കാണിക്കാം. ഇപ്പോൾ അത് എഫക്റ്റ് ഇതിൽ തന്നെ പോയാൽ മതി. ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് ബേസിക് എഫക്റ്റിൽ പോയിട്ട് ഈ രണ്ടാമത്തെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറെ രീതിയിലുള്ള ഇതാണ്. വേറെ രീതിയിലൊന്ന് അത് ഞാൻ കാണിക്കാം എങ്ങനെയുള്ളതാണ്.
ഇത് ഈ ഒരു രീതിക്കുള്ളതാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഈ ഫോട്ടോയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ ഫോട്ടോയിൽ ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ അത് ഇതേ രീതിയിൽ വരും. അപ്പോൾ ഇതും കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ഇതേ രീതിയിൽ ഇങ്ങനെ ഇത് കൂട്ടിയാൽ മതി. ഇതിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയാൽ മതി. ഇത് കണ്ടോ, ഇതേ രീതിയിൽ ഇങ്ങനെ ആവും. കണ്ടോ, ഇപ്പോൾ ഒരാളുടെ മുഖമൊക്കെ മറയ്ക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ആളിനെ തിരിച്ചറിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇതേ രീതിയിൽ നമുക്കിങ്ങനെ മറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ആരാണെന്ന് മനസ്സിലാവത്തില്ല അല്ലേ? അപ്പോൾ അത് ഇതേ രീതിയിൽ നമുക്ക് ഇങ്ങനെ മറയ്ക്കാൻ വേണ്ടി ഇതേ രീതിയിൽ പറ്റും. ഓക്കെ, ഇതിപ്പം മുഖം മാത്രം മറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുഖം മാത്രം മറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മുഖം മാത്രമായിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് മുഖം മാത്രം ഇങ്ങനെ മറച്ച്, ഇപ്പോൾ ആരുടെയും ഒരു മുഖം നമുക്ക് മറയ്ക്കണം, അത് മറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് ആ മുഖത്തിന് മുകളിൽ ഇങ്ങനെ ബ്ലർ ഇങ്ങനെയുള്ള ഒരു എഫക്റ്റ് കൊണ്ടുവന്ന് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ ബ്ലർ കൂട്ടാൻ വേണ്ടി, ബ്ലറിൻ്റെ എഫക്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഇതെൻ്റെ ഇവിടെയായിട്ട് പ്രൊപ്പറേറ്റർ എന്ന് കാണിക്കുന്ന ഈ ഒരു സെറ്റിങ്സിൻ്റെ ഐക്കോണോട് കൂടിയുള്ള എൻ്റെ ഇവിടെയായിട്ട് ടച്ച് ചെയ്തിട്ടാണ് നമ്മളിത് കൂട്ടേണ്ടത് കേട്ടോ. അപ്പോൾ കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്ന ഇതാണ് കേട്ടോ. ഇത് പ്രത്യേകമായിട്ട് ഓർക്കുക, ഇതാണ് കൂട്ടാനും കുറയ്ക്കാനും. അതപ്പോൾ ഫേസിലൊക്കെ ആരുടെയും ഫേസ് മറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഫേസ് ഇങ്ങനെ മറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ആണ് വേറൊരു ഇത്. നമുക്ക് എന്തെങ്കിലും ഇതിനകത്ത് എഴുതി വരുന്ന മാതിരി എന്തെങ്കിലും നമുക്ക് എഴുതി കാണിക്കണം. ഇവിടെയായിട്ട് studio.youtube.com എന്ന് എനിക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെസ്റ്റ് എന്നുള്ളിടത്തോട്ട് നമ്മൾ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ studio.youtube.com studio.youtube.com എന്നിങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ എന്ന് ടച്ച് ചെയ്യുക. ഓക്കെയിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് ഏത് കളർ വേണോ ആ കളർ നമുക്കൊന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കളർ ഇവിടെ നമുക്ക് വേണ്ടുന്നത്, ഇപ്പോൾ വൈറ്റ് കളറിന് പകരം വേറൊരു ഏതെങ്കിലും കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. നമുക്കൊരു കളർ, ഒരു യെല്ലോ കളർ ചൂസ് ചെയ്താലോ? യെല്ലോ കളർ നമ്മൾ ചൂസ് ചെയ്തു. അപ്പം നമ്മളിങ്ങനെ യെല്ലോ കളർ ചൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ യെല്ലോ കളർ ചൂസൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇതാ ഇവിടെയായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇവിടെയായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ സ്ക്രീനിലോട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ നമ്മളിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അതിപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെയായിട്ട് വരുന്നില്ലേ, ഈ മുകളിൽ ഇങ്ങനെ studio.youtube.com എന്ന് ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. അതിന് നമുക്കിവിടെയായിട്ട് നമ്മൾ ടെസ്റ്റിൽ പോയിട്ട് ഇത് കണക്ക് നമ്മളിവിടെയായിട്ട് എഴുതി ഇങ്ങനെ ഒരു ഇത് എഫക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ. അപ്പം ആളുകൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുക, ഇന്നതാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതെന്നുള്ള കുറച്ചുകൂടി മനസ്സിലാവുക. അതിന് വേണ്ടിയാണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെയായിട്ട് എവിടെയോട്ടെങ്കിലും എനിക്കൊരു ആരോ മാർക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഇവിടെയായിട്ട് ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇവിടെയായിട്ട് കാണുന്ന ഈ കോളത്തിൽ, ഈ കോളത്തിലൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് ആരോ മാർക്കുണ്ട്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ആരോ മാർക്ക് വേണമെങ്കിൽ ആരോ മാർക്ക് സെലക്ട് ചെയ്യാം. ആരോ മാർക്ക് ഞാൻ സെലക്ട് ചെയ്തു. ഈ സെലക്ട് ചെയ്തിട്ട് ആരോ മാർക്ക് ഞാൻ ഇവിടോട്ടൊന്ന് കൊടുത്തു. ഞാൻ ഇവിടെയായിട്ട് ഒരു ആരോ മാർക്ക് കൊടുത്തു. ഓക്കെ, ആരോ മാർക്ക് ഇങ്ങനെ കൊടുത്തിട്ട് അത് നമുക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കൊണ്ടുവെക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെയായിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചു. ഇതിപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇവിടെയായിട്ട് കൊണ്ടുവച്ചല്ലേ. പക്ഷേ നിങ്ങൾക്ക് ഈ ആരോ മാർക്കല്ല വേണ്ടുന്നത്. നിങ്ങൾക്ക് ആരോ മാർക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിന് പകരമായിട്ട് ഇപ്പം വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ഇത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെയായിട്ട് തന്നെ ടച്ച് ചെയ്യുക. ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ള ഇവിടെയായിട്ട് തന്നെ ടച്ച് ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ തന്നെ ടച്ച് ചെയ്തിട്ട് ഈ ഒരു കോളത്തിൽ ഞാൻ കോളത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അപ്പം നമുക്ക് ഇവിടെ ഒരു കോളം ഇവിടെ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇവിടോട്ട് ഒരു കോളത്തിലോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഇങ്ങനെ കോളം വല്ലതും വേണമെങ്കിൽ ഇങ്ങനെ കോളം സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേ രീതിയിൽ കോളം സെലക്ട് ചെയ്ത് ഇത് വലുതാക്കണമെങ്കിൽ വലുതാക്കാം. പിന്നീട് നമുക്ക് ചെറുതായിട്ടൊന്ന് ആദ്യമേ ഒന്ന് കൊടുത്തിട്ട് ഇത് വലുതാക്കണമെങ്കിൽ ഇങ്ങനെ വലുതാക്കാം. അത് ഇവിടെയായിട്ട് ഞാനിപ്പോൾ അതേ രീതിയിലൊരു കോളം സെലക്ട് ചെയ്യുകയാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇച്ചിരി വലുതാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് വലുതാക്കി കൊടുക്കാം. ഇതേ രീതിയിൽ നമുക്കിങ്ങനെ കൊണ്ടുവന്ന് വലുതാക്കി കൊടുക്കാം. കണ്ടോ, അപ്പം വലുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി അത് വലുതാക്കി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മളത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കോളം കൊടുത്തതിൻ്റെ ഈ കോളം നിങ്ങൾ കൊടുത്തില്ലേ, ആ കൊടുത്തതിൻ്റെ
ഇച്ചിരി അങ്ങടെ വലുതായിട്ട്, അതായത് ഇച്ചിരി അങ്ങടെ ഇതിൻ്റെ തിക്നെസ് കൂട്ടുന്ന മാതിരി ഇതൊന്ന് തിക്നെസ് കൂട്ടണം. ഇതിൻ്റെ തിക്നെസ് ഒന്ന് കൂട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതിപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഏത് സൈസ്, ഇപ്പോൾ ആരമാർഗിൻ്റെ വേണേലും, ആരമാർഗ് ഉദാഹരണമായിട്ട് ആരമാർഗ് കാണിക്കാം. ഇപ്പോൾ ആരമാർഗ് ഞാൻ രണ്ടിവിടെയായിട്ട് ഒരു ആരമാർഗ് ഇങ്ങനെ ഇട്ടു. ഓക്കെ, ഈ ആരമാർഗ് ഇട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇത് അങ്ങ് പെൻസിൽ മാതിരി ഇതായില്ലേ. ഇത് കൂട്ടണമെന്നുണ്ടെങ്കിൽ, ഇത് കൂട്ടാനായിട്ട് സാധിക്കും നമുക്ക്. ഇത് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ആരമാർഗിൻ്റെ ഇത് തിക്നെസ് ഇച്ചിരി കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ കാണിച്ചിരിക്കുന്നത് എൻ്റെ ഇവിടെയായിട്ടൊരു ചിഹ്നം കാണിച്ചിട്ടില്ലേ, ഇത് കണ്ടില്ലേ, എൻ്റെ ഇവിടെയായിട്ടാണ്, ഇതാണ് കേട്ടോ ആ ചിഹ്നം, ഇതാണ് എൻ്റെ ഇവിടെയായിട്ട് കാണിച്ചിട്ടുള്ളത്. അതിലോട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് നമ്മൾ എത്രയും വലുതാക്കണോ അതിനനുസരിച്ച് നമുക്ക് വലുതാക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഇതിലാണ് സെലക്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ ഒരു സൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വലുതായിട്ട് തോന്നും. അപ്പോൾ ഇനി ഞാൻ ആരോമാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് നോക്കണം എത്രമാത്രം വലുതാണെന്ന്. ഇത് കണ്ടോ, ആരോമാർക്കിൻ്റെ സൈസ് മാറി കണ്ടോ. ഇപ്പം കണ്ടോ, ഇതുമായിട്ടുള്ള വ്യത്യാസം കണ്ടില്ലേ, ആരോമാർക്കിൻ്റെ സൈസിൽ വ്യത്യാസം കണ്ടില്ലേ. ഇത് ഒരുപാട് കനം കുറഞ്ഞിരിക്കുന്നു, ഇത് ഒരുപാട് കനം കൂടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ അത്രയ്ക്ക് വ്യത്യാസം വന്നു. അത് നമുക്ക് മാറ്റം വരുത്തുന്നത് ഈ ഒരു ഇതിലാണ്. ഇത് ഈ ഒരു പോയിൻ്റ്, ഈ പോയിൻ്റ് നമുക്ക് ഏത് രീതിയിലുള്ള പോയിൻ്റ് കൊടുക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇവിടം തൊട്ട് കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം, ഈ വീഡിയോയുടെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പം മൊത്തത്തിലെ കട്ട് ചെയ്ത് മാറ്റണമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ടച്ച് ചെയ്തിട്ട് നമ്മൾ ട്രിമ്മിൽ ടച്ച് ചെയ്ത് ഈ സ്പ്ലിറ്റിൽ ടച്ച് ചെയ്ത് നമ്മളവിടെ ഒരു കട്ടിട്ടല്ലേ, കട്ടിട്ട് അതിന് ശേഷം നമുക്ക് എവിടെ വരെ കട്ട് ചെയ്യണോ കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ ഇവിടെയൊക്കെ ഇത്രയും ഭാഗം ഇവിടെ വരെ ഇതാണ് അല്ലേ. ഇത് കഴിഞ്ഞിട്ടാണ് വല്ലതും പറയുന്നതായിട്ടുള്ളത്, ഇവിടെ വരെയാണ് അല്ലേ. ഇത് കഴിഞ്ഞിട്ട് പറയുന്നതായിട്ട് തോന്നുന്നത്, പക്ഷേ ഇവിടെ ഒന്നും ഞാൻ പ്രോപ്പറായിട്ട് പറയുമല്ലേ, ഇത് വേറെന്തോ ഇത് പറയുകയാണ് ഞാൻ അതിനിടയ്ക്ക്. ഓക്കെ, എന്തായാലും വേണ്ടില്ല. അപ്പോൾ ഇവിടെ തൊട്ട് പറയുന്നതായിട്ടുണ്ട്. അപ്പം ഇവിടെ വരെ ഇത് നമ്മൾ ഇവിടെ വരെ അങ്ങോട്ട് കട്ട് ചെയ്യുകയാണ്. ഇതാണ്ട ഇവിടെയും നമ്മൾ കൊണ്ടുവന്നിട്ട് സ്പ്ലിറ്റ്, ഇത് ലെഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല, സ്പ്ലിറ്റിൽ കൊണ്ടുവന്നിട്ടു. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഇത്രയും ഭാഗം അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗം മാറ്റണം. അതെന്തുകൊണ്ട് ഞാനിത് ഇങ്ങനെ ഇട്ടു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കട്ട് ചെയ്യണം. അപ്പോൾ എവിടെ തൊട്ടാണോ അത്രയും ഭാഗം കട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് അപ്പം കൊണ്ടുവന്നിട്ട് നമ്മൾ സ്ക്രീൻ റെക്കോർഡിങ്ങിൽ കൊണ്ടുവന്നിട്ട് ഇതിവിടെ സ്ക്രീൻ റെക്കോർഡിങ്ങിൽ നമ്മൾ എടുക്കുകയാണ്. സ്ക്രീൻ റെക്കോർഡിങ്ങും കട്ട് ചെയ്യണം. അപ്പോൾ അവിടെ ആ ഭാഗം അല്ലേ, കട്ട് ചെയ്യണമെങ്കിൽ മാത്രം കട്ട് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് മാറ്റി വെച്ചാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്താലും മതി. ഇതിപ്പോൾ ഞാൻ ഇത് മൊത്തത്തിലെല്ലാം ഒന്ന് കട്ട് ചെയ്യുന്ന രീതി കാണിക്കുകയാണ്. അപ്പോൾ ഇതിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ സ്പ്ലിറ്റിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടെ ടച്ച് ചെയ്തു, അത് മാറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ സൈസല്ലേ കട്ട് ചെയ്യണ്ടേ, ഇതിൻ്റെ സൈസാണ് കട്ട് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ഇവിടെയും കൊണ്ടുവന്നിട്ട് ഈ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെയും കൊണ്ടുവന്നിട്ട് നമ്മൾ സ്ക്രീൻ റെക്കോർഡിൽ കൊണ്ടുവന്നിട്ട് ആ ഭാഗത്ത് കൊണ്ടുവന്ന് സ്പ്ലിറ്റിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ടായി അല്ലേ. അപ്പോൾ ഇനി ഇതിൽ തന്നെ നമ്മൾ ഇവിടെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കട്ട് ചെയ്യണം അല്ലേ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇതിവിടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇവിടെയും കൊണ്ടുവന്നിട്ട് ടച്ച് ചെയ്തിട്ട് നമ്മൾ ട്രിമ്മിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ സ്പ്ലിറ്റിലാണ് ടച്ച് ചെയ്യേണ്ടത് കേട്ടോ. സ്പ്ലിറ്റിൽ ടച്ച് ചെയ്ത് അത് കട്ട് മാത്രമാണ് ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു സ്ക്രീൻ റെക്കോർഡോ അല്ലെങ്കിൽ ഇതെല്ലാം ഒരു കോണൊക്കെ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ഇപ്പം ഇതിൻ്റെ സൈസില്ലേ കട്ട് ചെയ്ത് മാറ്റണ്ടേ, സ്ക്രീൻ റെക്കോർഡ് എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുക, ഇതും കട്ട് ചെയ്തേക്കുമല്ലേ. അപ്പോൾ എല്ലാം ഒരേ രീതിയാണ്. അപ്പോൾ ഇതും കൊണ്ടുവന്നിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ഈ സൈഡ് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിലും ടച്ച് ചെയ്യുകയാണ്, ടച്ച് ചെയ്തിട്ട് അവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ട്രിമ്മിൽ ടച്ച് ചെയ്തു, സ്പ്ലിറ്റിൽ ടച്ച് ചെയ്തു, അവിടെ കട്ടായി അല്ലേ. അപ്പം ഇത് കട്ട് ചെയ്തേക്കുന്നത് ഇപ്പോൾ എല്ലാം നമ്മൾ ഇവിടെ സെൻറ്റർ ഭാഗത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒന്നൊന്നായിട്ട് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ആദ്യമേ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കാണിക്കാം. വേണ്ട, വീഡിയോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഭാഗം ഇതങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗം നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. വേണ്ട, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കറിയാം ഡിലീറ്റിൻ്റെ ഈ ഒരു ഐക്കോണിൽ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇത് കണ്ടില്ലേ ഈ മുകളിലായിട്ട്. അപ്പോൾ അതിലോട്ട് ടച്ച് ചെയ്തു, അതങ്ങ് ഡിലീറ്റ് ആയി അല്ലേ. ഇനി അടുത്തത് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് കട്ട് ചെയ്ത ഭാഗം. ഇത് എക്സാമ്പിളിന് മാത്രം ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. ഇത് പക്ഷേ ഈ ഭാഗം കട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ വെറുതെ നിങ്ങൾക്ക് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്ന് കാണിക്കുന്നതാണ് കേട്ടോ. ഇത് കട്ട് ചെയ്ത് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ച് കഴിയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്തുകൊണ്ടാണ് ഈ രീതി ചെയ്തതെന്ന്. അപ്പോൾ ഇങ്ങനെ ഇതും നമുക്ക് സ്ക്രീൻ റെക്കോർഡും ഞാനത് കട്ട് ചെയ്തല്ലേ.
ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അതപ്പം ഇതും ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പം ഡിലീറ്റിൻ്റെ ഐക്കോണിലോട്ട് ടച്ച് ചെയ്തിട്ട് ഇതിൽ ടച്ച് ചെയ്തിട്ട് ഡിലീറ്റിൻ്റെ ഐക്കോണിലോട്ട് ടച്ച് ചെയ്യണം. അപ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതും കട്ടായി. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ള ഈ ഒരു ഇതാണ്, അതായത് നമ്മുടെ ഫസ്റ്റ് ലെയർ, അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ലെയർ. അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഈ ഒരു ലെയർ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ ഇത് കട്ട് ചെയ്ത് മാറ്റാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വീഡിയോയും നമ്മുടെ സ്ക്രീൻ റെക്കോർഡും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇത് ഒരുപാട് സമയത്തെ എനിക്ക് എക്സ്പീരിയൻസ് ഇതിൽ എഡിറ്റിങ്ങിലുള്ളത് കാരണമാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇതിനി നിങ്ങൾക്ക് ഇതിൽ ടച്ച് ചെയ്തിട്ട് നിങ്ങൾ ഡിലീറ്റ് എന്നുള്ള ഈ ഒരു ഐക്കോണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇടയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഭാഗമൊന്ന് അങ്ങ് മാറും. എന്നിട്ട് മറ്റേത് അങ്ങ് ജോയിൻ്റ് ആയിക്കോളും. അപ്പോൾ ഇത് അങ്ങ് ഡിലീറ്റ് എന്നുള്ള തൊട്ട് ഞാൻ ടച്ച് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഞാൻ ടച്ച് ചെയ്തു. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് ജോയിൻ്റ് ആയിരിക്കുന്ന കാണാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, ഈ ഒരു ജോയിൻ്റ് അല്ലേ, ഈ ഒരു ജോയിൻറ്റിൻ്റെ അവിടുന്ന് ഇത് കണ്ടോ, ഇവിടെ കണ്ടില്ലേ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നില്ലേ നിങ്ങൾക്ക്, കണ്ടില്ലേ, ഇത് ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ലേ, എല്ലാം കംപ്ലീറ്റ് ആണല്ലേ. നമ്മൾ സെൻറ്ററിൽ നിന്ന് ഏതെങ്കിലും കട്ട് ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, സെൻട്രൽ ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ, അതായത് നമ്മൾ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സഹിതം, അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഏതാണോ കൊടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട്, ഇതാണ് ഇപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സഹിതം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് ഇതേ രീതിയിൽ വേണം കട്ട് ചെയ്ത് മാറ്റാൻ സെൻറ്ററിലൊക്കെ. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇത് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ തെറ്റ് ചെയ്ത് നിങ്ങൾക്ക് റിട്ടേൺ വരണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തു, ഇപ്പം ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇതിപ്പം ഞാൻ ഇതിങ്ങോട്ട് മൂവ് ചെയ്യിച്ചു അല്ലേ, ഈ വീഡിയോ ഇപ്പോൾ ഈ ഭാഗത്ത് വീഡിയോ ഇല്ല, ഇതിങ്ങോട്ട് മൂവ് ചെയ്യിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ വീഡിയോ ഇതിനോട് അടുത്ത് തന്നെ വരണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിന് മുമ്പിലത്തെ സ്റ്റെപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് മാറ്റിയത് കൊണ്ടല്ലേ ഇത് ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ദണ്ട് ഇവിടെയായിട്ട് കാണിച്ചിരിക്കുന്ന ഈ ആരോ മാർഗ് കണ്ടില്ല, ദണ്ട് ഈ ആരോ മാർഗിലോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് എടുത്ത ഒരു സ്റ്റെപ്പ്, ആ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആരോ മാർഗിൽ ടച്ച് ചെയ്താൽ മതി. ഈ ആരോ മാർഗിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് വന്നില്ലേ, ഇത് കണ്ടല്ലേ, ഇപ്പോൾ ഇവിടോട്ട് വന്നില്ലേ. അപ്പോൾ ഇതേ രീതിയിൽ എന്തായിരുന്നാലും അങ്ങനെ. ഇപ്പം തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പം ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് ഇങ്ങോട്ട് മാറ്റിയത് അവിടോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് ഈ ആരോ മാർഗിൽ, ഈ താഴത്തെ ഈ ആരോ മാർഗിൽ ടച്ച് ചെയ്താൽ മതി. ഈ ഒരു ആരോ മാർഗിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റെപ്പിലോട്ട് പൊക്കോളും. കണ്ടില്ലേ, ഇങ്ങോട്ട് സ്റ്റെപ്പിലോട്ട് പോയില്ലേ. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, നമുക്ക് എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റോ എന്തെങ്കിലും കാര്യം വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു സ്ക്രീൻ റെക്കോർഡിൻ്റെ ഈ ഒരു ഇത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വേണം. എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഏതെങ്കിലും കാര്യത്തിൻ്റെ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണമെങ്കിൽ അതിനായിട്ട് എന്ത് ചെയ്യണം, ഇവിടെയായിട്ട് 3 ഡോട്ടില്ലേ, ഈ 3 ഡോട്ടിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണുന്ന ഈ ഇത് കണ്ടില്ലേ, ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കാണുന്ന ഈ ഒരു ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കിട്ടും. ഓക്കെ, ഇത് പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് മുന്നോട്ട് ശകലം കൂടെ ഇതിൻ്റെ ലെങ്ത് കൂട്ടണം, സ്ക്രീൻ റെക്കോർഡിൻ്റെ ലെങ്ത് കൂട്ടണം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് വേറെ രീതിയിൽ നമുക്ക് കൂട്ടാം. പക്ഷേ അല്ലാതെ നമുക്ക് ഈ രീതിയിലും വേണമെന്നുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടും വേണമെങ്കിൽ ചെയ്യാം. നമ്മുടെ സ്ക്രീൻ റെക്കോർഡിൽ ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെയായിട്ട് സ്പീഡെന്ന് കാണാം. ആ സ്പീഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്പീഡ് കുറയ്ക്കാനും കൂട്ടാനും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് കണ്ടില്ലേ, ഇത് സ്പീഡ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ് ഇത്. സ്പീഡ് കുറയ്ക്കുന്നത് കൂട്ടണമെങ്കിൽ കൂട്ടാൻ വേണ്ടിയുള്ളതാണ് ഇത്. 1 എന്നുള്ളിടത്ത് നമ്മുടെ നോർമലായിട്ടുള്ളതാണ്. 1-ൽ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഇത് കണ്ടില്ലേ 0.5, അത് ഇപ്പം സ്പീഡ് കുറച്ചു. ഇനി സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ എത്ര സ്പീഡ് വേണോ അതിനനുസരിച്ച് നമുക്കിങ്ങനെ കൂട്ടാനായിട്ട് സാധിക്കും. ഇത് കണ്ടില്ലേ എത്ര വേണമെങ്കിലും സ്പീഡ് ഇങ്ങനെ കൂട്ടാൻ പറ്റും. അത് സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് ഇത് ചെറുതായി വരും. അങ്ങനെയാണ്. ഇപ്പം സ്പീഡ് ഞാൻ കുറച്ച് കാണിക്കാം. കണ്ടോ, സ്പീഡ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് കൂടി കണ്ടോ. അപ്പോൾ ഇതേ രീതിക്ക് നമുക്ക് ലെങ്ത് കൂട്ടണമെങ്കിൽ ഇതേ രീതിക്ക് ലെങ്ത് കൂട്ടാൻ പറ്റും. സ്പീഡ് കുറച്ചാലാണ് അത് ലെങ്ത് കൂടുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ ഇപ്പം സൗണ്ട് നമ്മൾ ഇതിൽ സ്ക്രീൻ റെക്കോർഡിലോ അല്ലെങ്കിൽ ഏതിലോ എങ്കിലും സൗണ്ട് ഉണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിപ്പം പറയുന്ന ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പറയുന്ന എൻ്റെ റെക്കോർഡിങ്ങിൽ പറയുന്നത് ഈ സൗണ്ട് ഇവിടുത്തെ സൗണ്ട് ഇല്ലാതാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതുകൊണ്ട് ഈ സ്പീഡിൽ തന്നെ പോയിട്ട് നമുക്ക് ഇത് കണ്ട
മ്യൂട്ട് ഓഡിയോ എന്ന് കാണുന്നില്ലേ, മ്യൂട്ട് ഓഡിയോ. എന്നിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് വരത്തില്ല. അതായത് ഇനി ഒന്ന് പ്ലേ ചെയ്ത് ഞാൻ കാണിക്കാം. ഇനി എൻ്റെ സൗണ്ട് വരത്തേ ഇല്ല പറയുന്നത്. നോക്കണം, കണ്ടോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ സൗണ്ട് വരുന്നില്ല. അത് മ്യൂട്ട് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്നിട്ട് ഇവിടുത്തെ ഇതിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ സ്പീഡ് എന്നുള്ളതിൽ പോയിട്ട് ഒന്നുകൂടെ നോക്കിയാൽ മതി. കണ്ടോ മ്യൂട്ട് ഓഡിയോ എന്ന് കാണാം. ഇവിടെ നമ്മൾ സൗണ്ട് അത് ഓഫ് ചെയ്തിട്ടുണ്ട്, കണ്ടോ, മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ഇതിൻ്റെ നമ്മൾ സൗണ്ട് നമുക്ക് മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് സ്പീഡിൽ വന്നിട്ട് ഇതേ രീതിയിൽ അത് ടച്ച് ചെയ്തിട്ട് ഇതേമാതിരി നമുക്ക് ആ സൗണ്ട് നമുക്ക് മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് എത്രയും സൗണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സൗണ്ടും എല്ലാം ഏതിൻ്റെയെങ്കിലുമൊക്കെ നമുക്ക് മ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇതേ രീതിയിൽ നമുക്ക് എഡിറ്റിങ്ങിൽ മ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ ഒരു ആരോ മാർക്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കുന്നത് ഞാൻ ഇവിടോട്ട് കൊണ്ടുവന്ന് വെച്ചു, ആരോ മാർക്ക് അല്ലേ, ആരോ മാർക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ ഇത് എനിക്ക് വേറൊരു എഫക്റ്റ് കൊടുക്കണം. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുന്നതായിട്ടോ, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുന്നതായിട്ടോ, അല്ലെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നതായിട്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് എന്ത് ചെയ്യാം, ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ആരോ മാർക്ക് എന്താണോ നമുക്ക് ചെയ്യേണ്ടത് അതിൽ എഫക്റ്റ് കൊടുക്കാൻ പറ്റും. അതപ്പോൾ എങ്ങനെ കൊടുക്കണം, ഇൻ ആനിമേഷൻ എന്നുള്ള ഇതിലോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പല ഇതുണ്ട്. ഇപ്പം റൈറ്റിലോട്ട് വരുന്ന മാതിരി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, ഈ സ്ലൈഡ് റൈറ്റ് എന്നുള്ളതിൽ ടച്ച് ചെയ്താൽ മതി. ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലൈഡ് റൈറ്റിലോട്ട് വരുന്നതായിട്ട് കാണിക്കും, കേട്ടോ. ഇപ്പം സ്ലൈഡ് ലെഫ്റ്റിലോട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലൈഡ് ലെഫ്റ്റിലോട്ട് വരും. ഇപ്പം സ്ലൈഡ് അപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ സ്ലൈഡ് അപ്പ് താഴെ നിന്ന് മുകളിലോട്ട് വരുന്നതായിട്ട് കാണിക്കും. ഇതേ രീതിയിലെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേ രീതിയിൽ പല ഇത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മ്യൂസിക്കോ എന്തെങ്കിലും നിങ്ങൾക്ക് ഒന്ന് സെലക്ട് ചെയ്യണം, മ്യൂസിക്കോ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഈ സെൻറ്ററിലോട്ടൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് ഈ കാണുന്ന ഇതിലാണ് നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾക്ക് ഓഡിയോ, ഇതെൻ്റെ ഇവിടെ കണ്ടില്ലേ, ഓഡിയോ എന്ന് കാണുന്നില്ലേ, ഈ ഓഡിയോയിൽ ഇവിടെ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് മ്യൂസിക് എന്തെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. അതിനായിട്ട് ഇവിടെ കണ്ടില്ലേ, ഇവിടെ കാണിച്ചിരിക്കുന്ന ഇതെല്ലാം നമ്മുടെ കൈൻമാസ്റ്ററിൻ്റെ ഇതാണ്, കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതല്ല നമ്മുടേതായ നമ്മളെന്തെങ്കിലും ചെയ്ത് ഇട്ടുണ്ടെങ്കിൽ മൈ ഫയലിനകത്ത്, ഇപ്പം മൈ ഫയലിനകത്ത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പല റെക്കോർഡിങ് ഉണ്ട്. നമ്മുടെ മൊബൈലിൽ തന്നെ നമ്മൾ മ്യൂസിക്കൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മൈ ഫയലിനകത്തും ഒക്കെ ഇതിനകത്തു നിന്നൊക്കെ സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും മ്യൂസിക്കൊക്കെ. അപ്പോൾ ഇതൊരു മ്യൂസിക്കാണ്, എൻ്റെ ഈ കാണിച്ചിരിക്കുന്നത് ഇതൊരു മ്യൂസിക്കാണ്. പക്ഷേ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കോപ്പിറൈറ്റ് വരും. അത് കാരണം ഞാനത് സെലക്ട് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പം എന്താണ്ട് മ്യൂസിക് നമ്മുടെ കൈൻമാസ്റ്ററിൻ്റെ തന്നെ മ്യൂസിക് ഇതിനകത്ത് ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട്. ഇതിലേത് വേണേലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതും കോപ്പിറൈറ്റ് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. അറിയില്ല, കോപ്പിറൈറ്റ് വന്നാൽ അത് മാറ്റാൻ സാധിക്കും. പക്ഷേ എന്നാലും കോപ്പിറൈറ്റ് വരുത്തുന്നത് എന്തിന് എന്നുള്ള ഒരു ചിന്താഗതിയാണ് എനിക്ക്. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, ഒരെണ്ണം വെറുതെ ഒന്ന് പ്ലേ ചെയ്ത് ഞാൻ കാണിക്കാം നിങ്ങളെ. ഏതെങ്കിലും ഒരെണ്ണം ഈ ഒരു ഇത് എന്തായാലും ഞാനൊന്ന് സെലക്ട് ചെയ്തേക്കാം അല്ലേ. ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതപ്പോൾ ഇവിടോട്ട് ടച്ച് ചെയ്ത് ഞാൻ സെലക്ട് ചെയ്തു, കണ്ടോ, ഇതപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എന്തെങ്കിലും മ്യൂസിക്കും കാര്യങ്ങളുമൊക്കെ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ മൊബൈലിൽ തന്നെ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ള മ്യൂസിക് വേണമെങ്കിൽ അങ്ങനെ, അതല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ അത് ഇതേ രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓഡിയോയിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഇതേ രീതിയിൽ പോയിട്ട് ഓഡിയോയിൽ ടച്ച് ചെയ്ത് പോയിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് മ്യൂസിക് ഉണ്ട്. പിന്നെ നമ്മുടെ മൈ ഫയൽ എന്നുള്ള അതിലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളുമൊക്കെ മിക്കവാറും ഈ മൈ ഫയൽ എന്നുള്ള ഇതിനകത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇത് ചെയ്യുക. അല്ല നമുക്ക് റെക്കോർഡിങ് വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇവിടെയായിട്ട് റെക്കോർഡിംഗ് എന്നുള്ള ഇതിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡിങ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവിടെയായിട്ട് നമുക്ക് തിരിച്ചു വരാം. അല്ലാതെ നമുക്ക് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇവിടെയും നമുക്ക് റെക്കോർഡിങ് ഇതിൽ ടച്ച് ചെയ്തിട്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡിങ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ റെക്കോർഡിങ്ങിൻ്റെ ഇവിടെയായിട്ട് ഞാനൊന്ന് ടച്ച് ചെയ്തിട്ട് നമുക്കിനി എന്ത് റെക്കോർഡിങ് ചെയ്യണമെങ്കിൽ ഇവിടെ റെക്കോർഡിങ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റാർട്ട് എന്നുള്ള ഇവിടോട്ട് ടച്ച് ചെയ്തിട്ട് നമ്മളിനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ റെക്കോർഡിങ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ റെക്കോർഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിവിടെ റെക്കോർഡിങ് മൊത്തം കംപ്ലീറ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സ്റ്റോപ്പ് എന്നുള്ളത് ഇതിൽ ടച്ച് ചെയ്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ട് ഇത് നമുക്ക് വീണ്ടും ഒന്ന് കേട്ട് നോക്കാം അല്ലേ. ഇപ്പം ഞാൻ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ റെക്കോർഡിങ് ആയിക്കൊണ്ടേ.
അപ്പോൾ ഇതേ രീതിക്ക് നമുക്ക് എന്തെങ്കിലും റെക്കോർഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിക്ക് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇത് ഇങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട, അതായത് കട്ട് ചെയ്ത് മാറ്റേണ്ട ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റി നമ്മൾ ആരോമാർക്ക് കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതുകൊണ്ടെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടിടത്തെല്ലാം ചെയ്ത് നമ്മൾ മുന്നോട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സേവ് ചെയ്യണം അല്ലേ. സേവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഐക്കോണാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്യണം. ഇനി അപ്പോൾ എന്ത് ചെയ്യുക, ഇനി നമ്മൾ ഈ ഒരു ഐക്കോണിലോട്ട് ടച്ച് ചെയ്തിട്ട് നമ്മളങ്ങ് സേവ് ചെയ്യുകയാണ്. ഇത് കണ്ടില്ലേ, ഈ ടച്ച് ചെയ്ത് ഇനി ഇവിടെ സേവ് എന്നുള്ളിടത്തോട്ട് ടച്ച് ചെയ്ത് സേവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ടച്ച് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് 100ലേക്ക് എത്തിക്കഴിയുന്ന നമ്മുടെ വീഡിയോ നമുക്ക് നമ്മുടെ മൊബൈലിൽ സേവായി കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഒരു വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ എഡിറ്റ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ സേവ് ആവുന്ന വീഡിയോ നമുക്ക് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഏതിൽ വേണേലും നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.